നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഭീമനാട് പെരുമ്പടാരിയിൽ സമൂഹ നോമ്പുതുറയും ലഹരി ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. വാർത്ത വിശദമായി. അലനല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പടാരിയിൽ ലഹരി ബോധവൽക്കരണവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. ഭീമനാട് സ്കൂൾ ഹെഡ് മാസ്റ്റർ മുഹമ്മദ് അലി ചാലിയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കളഭം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഷുക്കൂർ പാറപ്പുറം സ്വാഗതം പറഞ്ഞു. സിവിൽ പോലീസ് ഓഫീസറായ ഫസൽ റഹ്മാൻ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചും ദൂഷ്യഫലങ്ങളെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് നടത്തി. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടത്തി. ഈ ഇരിക്കുന്ന കുട്ടികളെ നമുക്ക് നഷ്ടപ്പെടും, യാതൊരു സംശയമില്ല. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട മേലധികാരികൾ വിവരം അറിയിക്കുക, അല്ലെങ്കിൽ രക്ഷിതാക്കൾ വിവരം അറിയിക്കുക, പ്രിയപ്പെട്ട അധ്യാപകരെ വിവരം അറിയിക്കുക. അങ്ങനെ രക്ഷിതാക്കളും അധ്യാപകരും ഇതുപോലെയുള്ള സന്നദ്ധ സംഘടനകളും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ടീമും ഒത്തുചേർന്ന് അവരെ ഈ ലഹരിയിൽ നിന്നും വിമുക്തമാക്കിയാൽ മാത്രമേ നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ പിഞ്ചു കുട്ടികളെ ലഹരിക്ക് അടിമപ്പെടാത്ത കഴുകന്മാരുടെ കൈകളിൽ നിന്നും അവരെ കാത്തു രക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. കാരണം പരിധി വിട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. 9ലും 10ലും പഠിക്കുന്ന കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു സമുദായത്തിലാണ് ഞാനും നിങ്ങളും, ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് സ്കൂളിൽ കഞ്ചാവ് സപ്ലൈ ചെയ്യുന്ന ഒരു സമൂഹം. അതാണ് ഇന്നത്തെ വിദ്യാഭ്യാസം. അത് വിദ്യാഭ്യാസം എന്നുള്ള സംഭവം, ഈ വിദ്യാഭ്യാസത്തിൽ ലഹരി എന്നുള്ളത് എങ്ങനെ നോക്കിയാലും കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. ഏത് സമയത്തും കുട്ടികൾ, ഏതെങ്കിലും ഒരു കുട്ടി അതിന് അഡിക്റ്റ് ആയിട്ട് ബാക്കിയുള്ള കുട്ടികളെ അതിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ ഉള്ളത്. പെൺകുട്ടികളും മോശക്കാരൊന്നുമല്ല, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ സമയത്ത് വലിയ വലിയ ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളിൽ നിന്നാണ് ലഹരി പിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിന് നമുക്ക് സമയമില്ല. ലഹരി എന്നുള്ള ഈ ലഹരി വിമുക്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ സമയം വേണം. അതിനിപ്പോൾ നമുക്ക് സമയമില്ല. എന്തായാലും ഇനി എനിക്ക് കുറച്ച് പേര് കൂടി ഇവിടെ സംസാരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലണമെന്ന് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് വലത് കൈ മുന്നിലേക്ക് നിവർത്തി പിടിക്കുക. നമുക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലാം. മദ്യം, മയക്കുമരുന്ന്, പുകയില തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ഒരു മനുഷ്യനെ ആരോഗ്യപരമായും സാമ്പത്തികപരമായും സാമൂഹ്യപരമായും നശിപ്പിക്കുന്ന ഒരു സാമൂഹ്യ വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അവ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും പ്രവർത്തനങ്ങളിൽ എൻ്റേതായിട്ടുള്ള കടമ ഞാൻ നിർവഹിച്ച് ഒരു ലഹരി വിരുദ്ധ സമൂഹത്തിനായി പോരാടുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഹബീബ് ഫൈസി കാഞ്ഞിരപ്പള്ളി ഖത്തീബ് മുഖ്യപ്രഭാഷണം നടത്തി. വേറിട്ട് നിർത്തുന്നത് എന്ന് നമുക്കറിയാം. സമീപകാലങ്ങളിൽ പ്രളയവും കോവിഡും സമാനമായ മറ്റു പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മാനസികമായ പരിഗണന നൽകി മതപരമായും സാമൂഹികമായും രാഷ്ട്രീയപരമായും ഒക്കെയുള്ള വേർതിരിവുകൾ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്ന കാഴ്ചകളാണ് കേരളീയ പൊതുസമൂഹത്തിൽ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ സമൂഹം എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നത് ലഹരിക്കെതിരെയുള്ള വിഷയങ്ങളാണ്. ഓരോ ദിവസവും മീഡിയകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ അടുത്ത് അതിവിദഗ്ധനായ ഈ മേഖലകൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരാളുടെ അഭിപ്രായം നമ്മളൊക്കെ ഒരു പക്ഷേ സോഷ്യൽ മീഡിയകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് ലഹരിയുടെ ഈ മേഖലയിൽ വിദഗ്ധരായ ആളുകൾ അന്ന് അഭിപ്രായപ്പെട്ടത് വട്ടമ്പലം IP ചർച്ചിലെ ഷാജി പാസ്റ്റർ, ഹബീബുള്ള അൻസാരി, വേണുഗോപാലൻ മാസ്റ്റർ, കാസിമാലയൻ, ശങ്കരനാരായണൻ, എബി തോമസ് എന്നിവർ സംസാരിച്ചു. രാഹുൽ കൃഷ്ണ നന്ദിയും പറഞ്ഞു.
തുടർന്ന് മതസൗഹാർദ്ദ ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.